നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. വിനോദയാത്രയുടെ ആഹ്ലാദങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായിട്ടെത്തിയ ദുരന്തം. ആ ഒരു ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് കേരളം ഒന്നടങ്കം. പാങ്ങ് ഗ്രാമം ഒന്നടങ്കം വിതുമ്പുന്ന മണിക്കൂറുകളാണ്. മലക്കപ്പാറയ്ക്ക് സമീപം അധ്യാപകരും കുടുംബങ്ങളും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ഒരു നാടിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരാണ് ദുരന്തത്തിൽ എരിഞ്ഞമർന്നത്. പ്രകൃതി ഭംഗി കൊണ്ട് എത്രമേൽ ആകർഷകമാണോ അത്രമേൽ അപകടങ്ങളും ഇത്തരം വനപാതകളിൽ പതിഞ്ഞിരിക്കുന്നു എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അപകടമാണിത്. കളിചിരികളോടെ മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് LP സ്കൂളിൽ നിന്ന് പുറപ്പെട്ട ആ വിനോദയാത്ര ഇത്രമേൽ വലിയൊരു നോവായി മാറുമെന്ന് ആരും തന്നെ കരുതി കാണില്ല. 9ഓളം ജീവനുകളാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത്. ആതിരപ്പള്ളിയുടെ വന്യഭംഗിയും വാഴച്ചാലിന്റെ കുളിർമയും ആസ്വദിച്ച് മലക്കപ്പാറയിലെ കാനനപാതയിലൂടെ വാൽപ്പാറ സന്ദർശിക്കാൻ ഒരുങ്ങുകയായിരുന്നു സംഘം. അധ്യാപകരും മക്കളും സ്കൂളിലെ പാചകക്കാരിയും അടങ്ങുന്ന സംഘത്തിലെ യാത്ര ഒടുവിൽ ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. പലരുടെയും മരണയാത്രയായി ആ വിനോദയാത്ര മാറുകയും ചെയ്തു. യാത്രയുടെ തുടക്കത്തിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുൻഭാഗത്ത് നിന്ന് അവർ പകർത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ സങ്കടകരമായി ഓരോരുത്തരും ഓർത്തെടുക്കുകയാണ്. കാടിന്റെ മനോഹാരിതയും വാൽപ്പാറയിലെ 40 ഹെയർപിൻ വളവുകളും കടന്ന് പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങുക എന്നുള്ള പദ്ധതി അവസാനിച്ചത് മരണത്തിലേക്കെന്ന ചുരുക്കം. വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു എന്നോർത്ത് തേങ്ങുകയാണ് ആ നാടൊന്നടങ്കം. കൊടുംവളവിൽ നിയന്ത്രണം വിട്ട വാഹനം അഗാധമായ താഴ്ചയിലേക്ക് പതിച്ചതോടെ ആ നാടിന്റെ പ്രതീക്ഷകളാണ് ഒന്നടങ്കം തകർന്നത്. അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പ്രധാന അധ്യാപിക അയച്ച സന്ദേശമടക്കം ഇപ്പോൾ നോവായി പലരും കേൾക്കുകയാണ്. വൈകുന്നേരം 3:56 സ്കൂളിലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രധാന അധ്യാപിക അജിത ടീച്ചർ തന്റെ ഒരു ചിത്രം സന്തോഷത്തോടെ പങ്കുവച്ചിരുന്നു. യാത്രക്കിടെ ബസ്സിലിരുന്ന് പകർത്തിയ ആ ചിത്രം ഗ്രൂപ്പിലെത്തുമ്പോൾ സഹപ്രവർത്തകർ ആരും തന്നെ കരുതി കാണില്ല ആ ടീച്ചറുടെ അവസാന സന്ദേശമായിരിക്കും അതെന്ന്. ഈ ചിത്രം പങ്കുവെച്ച നിമിഷങ്ങൾക്കകമാണ് നാടിന് നടക്കിയ ആ ഒരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് വിവരം. വെള്ളിയാഴ്ച പുലർച്ചെ 4:56 പാങ്ങിൽ നിന്ന് 14 അംഗ സംഘം യാത്ര തിരിക്കുന്നത്. ആതിരപ്പള്ളി സന്ദർശിച്ച ശേഷം മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇവർ സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെടുന്നത്. സ്കൂളിലെ 5 സ്ഥിരം അധ്യാപകരും കുടുംബാംഗങ്ങളും സ്കൂൾ ബസ് ഡ്രൈവറും നൌഷാദും സംഘത്തിലുണ്ടായിരുന്നു. സ്കൂളിലെ എല്ലാ വിനോദയാത്രകളിലും സജീവമായി പങ്കെടുക്കാറുള്ള അസനത്ത് ടീച്ചർ ഇത്തവണ യാത്രയിൽ നിന്ന് വിട്ടുനിന്നത് ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നതെന്ന് അവർ പറയുന്നു. ഹജ്ജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് താൻ പോകാതിരുന്നതെന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് ആ ടീച്ചർ. കുട്ടികളെയും കൂട്ടി എല്ലാ വർഷവും പോകാറുള്ളതാണ്. സങ്കടത്തോടെയാണ് അസ്ന ടീച്ചർ ആ യാത്രാവിശേഷങ്ങൾ ഓർത്തെടുക്കുന്നത്. സ്കൂളിലെ മറ്റൊരു അധ്യാപികയും 2 താൽക്കാലിക ജീവനക്കാരും മാത്രമാണ് ഇത്തവണ ഈ യാത്രയിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. നാടിന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ വിയോഗ വാർത്ത പാങ്ങ് ഗ്രാമത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തുന്നു. പരിക്കേറ്റവർ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്കൂളിലെ 6 സ്ഥിരം അധ്യാപകരിൽ 5 പേരും യാത്രയിലുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. HM ആയിട്ടുള്ള അജിത ടീച്ചർ, ആശ ടീച്ചർ, സുഹർ ടീച്ചർ, റമില ടീച്ചർ, മജീദ് മാഷ് എന്നിവരും കുടുംബാംഗങ്ങളും സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദുമാണ് സംഘത്തിലുണ്ടായിരുന്ന പരിക്കേറ്റവരിൽ പ്രധാനികൾ. ഞാൻ 9 വർഷമായി ഇവിടെയുണ്ട്. സാധാരണ എല്ലാ വർഷവും സ്റ്റാഫ് ടൂർ പോകാറുണ്ട്. ഇത്തവണ ഹജ്ജ് യാത്ര നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ടാണ് താൻ പോകാതിരുന്നത് എന്നും ടീച്ചർമാരും അവരുടെ കുടുംബാംഗങ്ങളും ഡ്രൈവറും അടക്കം 14ഓളം പേരാണ് യാത്രയിൽ ഉണ്ടായിരുന്നത് എന്നും ആതിരപ്പള്ളിയിലേക്ക് പോയ ശേഷം വാൽപ്പാറയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമെന്നുമൊക്കെയാണ് ഇപ്പോൾ മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ടീച്ചർ ഓർത്തെടുക്കുന്നത്. 3:56 HM ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ഞങ്ങൾ എല്ലാവരും വളരെ സൗഹൃദത്തോടെയാണ് ആ ഒരു ഫോട്ടോ കണ്ടത് എന്ന് പറഞ്ഞ് തേങ്ങുകയാണ് അസ്നത്ത് ടീച്ചർ. ടിവിയിലൂടെയാണ് പലരും ഈ വാർത്ത കാണുന്നത്. ടിവിയിലൂടെ വാർത്ത കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഗോപാലൻ മാഷ്.
ഇന്നലെ വരെ കളിച്ചും ചിരിച്ചും ഒപ്പമുണ്ടായിരുന്നവരിൽ പലരും ഇനിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വേദന സഹിക്കാൻ സാധിക്കുന്നില്ല. വാൽപ്പാറയിലെ അപകടത്തിൽ മരിച്ച അധ്യാപകർക്കൊപ്പം പാങ്ങ GLP സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തുവരുന്ന എ ഗോപാലനാണ് എന്ത് പറയണമെന്ന് അറിയാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കുന്നത്. വാൽപ്പാറയിലേക്കുള്ള ഈ യാത്രയിൽ എന്നെയും ഭാര്യ ജലജയെയും ക്ഷണിച്ചതാണ്. പക്ഷേ പോകാൻ പറ്റിയില്ല. മകൻ സജിത്ത് 21-ന് ഗൾഫിൽ നിന്ന് വരുന്നതിന്റെ ഭാഗമായിട്ട് ചില ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് ചില വിവാഹ ചടങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് തങ്ങൾ യാത്ര വേണ്ട എന്ന് വെക്കുകയായിരുന്നു. തൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം താൻ ആ യാത്ര വേണ്ട എന്ന് വെക്കുമ്പോൾ 23 വർഷമായിട്ട് താൻ ജോലി ചെയ്ത സ്കൂളിലേക്ക് ഒരുപാട് അധ്യാപകർ ഒരുമിച്ച് മരണത്തിലേക്ക് പോയ യാത്രയാണ് അത് എന്ന് മനസ്സിലാകുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ തളരുന്നു ആ മാഷും. ഹെഡ് ടീച്ചർ അജിത ടീച്ചർ മുതൽ എല്ലാവരും നല്ല അടുപ്പമുള്ളവർ തന്നെയായിരുന്നു. ഇടയ്ക്ക് സ്കൂളിലെ എല്ലാവരും ചേർന്ന് എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതും പതിവാണ്. 4 മാസം മുമ്പ് നടത്തിയ ഊട്ടി യാത്രയിലും താൻ ഉണ്ടായിരുന്നു എന്ന് ഗോപാലൻ ഓർത്തെടുക്കുന്നു. അധ്യാപകരും അനധ്യാപകരുമായി ആകെ 7 സ്ഥിരം ജീവനക്കാരാണ് സ്കൂളിലുള്ളത്. മരണപ്പെട്ടവരെ അവസാനമായി കണ്ട ദൃക്സാക്ഷികളും ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. വാൽപ്പാറയിലെ ചുരം റോഡിൽ 9 പേരുടെ മരണം മുന്നിൽ കണ്ടതിന്റെ വിറങ്ങലിലാണ് ബേപ്പൂർ ചാലിയത്തെ മത്സ്യത്തൊഴിലാളികളായ ഹാരിസും അർഷാദും. വെള്ളിയാഴ്ച ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് 2 പേരും മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ള പൊള്ളാച്ചിക്ക് പോകാനായിരുന്നു ഒരുക്കം. 16-ാം വളവിൽ വച്ച് അപകടത്തിൽപ്പെട്ടവരെ കണ്ടിരുന്നതായിട്ട് ഹാരിസ് പറഞ്ഞു. അവിടെ വ്യൂ പോയിന്റിൽ അവർ സെൽഫി എടുത്ത് സന്തോഷിക്കുന്ന ദൃശ്യങ്ങളാണ് തങ്ങളുടെ മനസ്സിലുള്ളത്. 14-ാം വളവിൽ എത്തിയപ്പോൾ താഴെ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. പെട്ടെന്ന് താഴെ എത്തിയപ്പോൾ ദുരന്ത മുഖത്ത് തങ്ങൾ എത്തിയെന്ന് മനസ്സിലാകുന്നു. വണ്ടിയിലെ യാത്രക്കാരെല്ലാം റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നു. 13-ാം വളവിൽ നിന്ന് മറിഞ്ഞ വണ്ടി 9-ാം വളവിലേക്കാണ് വീണത്. സംഭവത്തിൽ അനുശോചനം അറിയിച്ച ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കം രംഗത്തേക്ക് വരുന്നുണ്ട്. ഏറെ ദുഃഖകരമായ സംഭവമാണെന്നും അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമെങ്കിൽ ചികിത്സ ഉറപ്പാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നത്. വാൽപ്പാറയിലുണ്ടായ ദാരുണമായ അപകടത്തിൽ യാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ആഴത്തിൽ പങ്കുചേരുന്നു. മരിച്ചവർക്ക് ആവശ്യമെങ്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകും. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുണ്ടായിട്ടുള്ള അപകടത്തെക്കുറിച്ച് അറിഞ്ഞതിലുള്ള അതീവ ദുഃഖം അറിയിക്കുന്നു എന്നായിരുന്നു. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ അനുശോചനം. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബത്തോട് അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രധാനമന്ത്രി കുറിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരുമായി സംസാരിച്ച് തുടർ നടപടികൾക്കായി വേണ്ട ഇടപെടൽ നടത്തുമെന്നാണ് അപകടത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപി MP പ്രതികരിച്ചത്. ഏറെ ദുഃഖകരമായ സംഭവമാണെന്നും അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമെങ്കിൽ ചികിത്സ ഉറപ്പാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്കും അദ്ദേഹം ഉറപ്പു നൽകുകയാണ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നാണ് MP-യും അറിയിക്കുന്നത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ആഴത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹവും കൂട്ടിച്ചേർത്തു. എന്തായാലും ഏറെ വേദനയോടെയാണ് വാൽപ്പാറയിലെ ആ ദുരന്തം ഇപ്പോൾ കേരളം ഒന്നടങ്കം കേൾക്കുന്നത്. അവസാന മണിക്കൂറുകൾ ആ സ്കൂൾ വരാന്തയിലേക്ക് എത്തിക്കുകയാണ് 9ഓളം ടീച്ചർമാരെ.